ചെരുപ്പില്ലാതിട്ട് ഇറങ്ങിക്കണം, അതാണ് പേടി. നല്ല ആയുണ്ട്, അതിനായിരിക്കും ഇവിടെ കല്ല് വെച്ചിരിക്കണം കേട്ടോ. ആരും ഇല്ലാത്തൊരു പാടാട്ടോ, അതിൽക്കൂടി ഞാൻ മാത്രം നടക്കുന്നത്, വേറെ ആരും ഇവിടെ കാണാനല്ല, പണിക്കാർ പോലും ഇപ്പൊ കാണാനല്ല. ഇവിടെ നിന്ന് കൂക്കിയാലും കൂടി ആരും അറിയില്ല. ഒന്ന് കൂക്കി നോക്കിയാലോ, എന്തോ സാധനങ്ങളൊക്കെ പാർന്നാണ് സൗണ്ട് കേൾക്കുമ്പോൾ. അങ്ങനെ പറയപ്പെട്ട കുന്നിന്റെ ശക്തിക്ക് എത്താനായിരിക്കണം. ഈ ലൊക്കേഷനുകൾ കാണാൻ വരികയാണെന്നുണ്ടെങ്കിൽ നടക്കാൻ വേണ്ടി തയ്യാറായിട്ട് വരിക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ കുന്നുകൊണ്ട് പോവാം. ഒന്നുമില്ല, ഒരു മൊട്ടക്കുന്ന്. ഇവര് പറയണത് എങ്ങനെ വെച്ചാൽ നാറാണത്ത് പ്രാന്തിന് പണിയെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന കൊട്ടിയത്തെ മണ്ണുണ്ടല്ലോ, ആ ഒരു മണ്ണ് കൊട്ടിയിട്ടാണ് അവിടെ കാണുന്ന കുന്നുണ്ടാക്കിയെന്നാ പറയണേ. സംഭവം അടിപൊളി കേട്ടോ. ഇതുപോലെ ഒരു പിരാന്താളി ചളി കൂടി ഒന്നുമില്ല, കാലുമ ചെരുപ്പൊന്നുമില്ല, അത് അലമ്പായിട്ട് നടക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. അങ്ങനെ കുന്നിന്റെ അടുത്തേക്ക് എത്തി. അവിടെ കാണുന്ന ചരിത്രം ഉറങ്ങി കിടക്കുന്ന കുന്നുണ്ടല്ലോ, അതിന്റെ മുകളിൽ കയറണം. പോകുമ്പോൾ അവസ്ഥ എന്താ വെച്ചാൽ ഇപ്പൊ കാല് ജസ്റ്റ് നമ്മളിങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പോണ പോക്കുണ്ടോ, അങ്ങനെ താന്ന് പോണ അവസ്ഥ കേട്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥകൾ. നല്ല ആഴത്തിൽ പോകുന്നുണ്ട്. ആ സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്നത് അവസാനം നമ്മളെ കുന്നെത്തിട്ടോ. വെട്ടുകല്ല് ചുറ്റുപുറം കെട്ടിയാണ്ട് ഇതാ ഒരു ചെറിയൊരു കുളം, അതിന്റെ തൊട്ടടുത്താണ് നമ്മൾ പറയപ്പെട്ട കുന്ന് വരുന്നത്. ഇപ്പൊ അടുത്തായിട്ടൊന്നും ആരും കൂടി കയറിയില്ല, ഒരു വഴി പോലും കാണാനില്ല. വഴി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു പാടം മുറിച്ച് കടക്കാന്ന് കരുതിയുള്ള പരിപാടിയാണ്. പാടത്ത് താവൂന്നറിയില്ല, ചവിട്ടി പോയേക്കാം. നല്ല താവല് താവണുണ്ട്, പാടം പൂട്ടിയിട്ടാണ്ടായിരിക്കും. പാൻറ്റിന്റെ മേലേക്ക് ചളി കയറുന്നുണ്ട്. നമുക്ക് പോരുകയാണെങ്കിൽ ഈ ഒരു വഴി തന്നെ ഉള്ളു തോന്നുന്നുണ്ട്. റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക്. അങ്ങനെ വരുമ്പോൾ കുന്നിന്റെ മേലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ പോകുന്നത്. സത്യത്തിൽ പേടിയാവുന്നു കേട്ടോ, ആരും ഇല്ലാത്തൊരു ഏരിയ, ചുറ്റുഭാഗം ഇതുപോലെ പാടം, അതിൽക്കൂടി ചെറിയൊരു വഴി കാണാണ്ട്. രണ്ട് സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ അതും അറിയില്ല. ഇങ്ങനത്തെ കുന്നാകുമ്പോൾ എന്തായാലും പാമ്പാളുണ്ടാവും കേട്ടോ. കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചതാണ് ഒരു 9 സെന്റ് 8 സെന്റ് സ്ഥലം കുന്നായിട്ട് കിടക്കുകയാണ്. ഇവിടെ കാണുന്ന പാടത്തിന്റെ കറക്റ്റ് സെന്റർ ആട്ടത്. ചുറ്റുഭാഗത്ത് ഒരുപോലത്തെ കാഴ്ചയാണ്. ആ ഭാഗത്തേക്കും സ്പേസ് ഉണ്ട്, ഈ ഭാഗത്തേക്കും സ്പേസ് ഉണ്ട്, ആ ഭാഗത്തേക്കും സ്പേസ് ഉണ്ട്. കറക്റ്റ് സെന്ററിലായിട്ടാണ് ഈ കുന്ന് വന്നിക്കുന്നത്. വളാഞ്ചേരിക്ക് തൊട്ടടുത്തായിട്ട് കുർത്തോലി എന്ന സ്ഥലം വരുന്നത്. അടിപൊളി, ഒന്നും പറയാല്ല. ഇവിടെ കണ്ട ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ കഥ എന്താ വെച്ചാൽ, ആ കാണുന്ന മല ഉണ്ടല്ലോ, അവിടുന്ന് നാറാണത്ത് പ്രാന്ത കല്ലൊട്ടി കയറ്റുമ്പോൾ ബാക്കി വരുന്ന മണ്ണുണ്ട്, ആ മണ്ണ് കൊട്ടിയിലില്ല ഇവിടെ കൂടുന്ന് കൊട്ടും, ഈ കുന്നുമ്മ കൊട്ടും. അങ്ങനെയാണ് ഈ ഒരു കുന്നുണ്ടായി എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇറങ്ങാട്ടോ, ആ സൈഡിൽ നിന്നാണ് നമ്മൾ കയറിയത്. വലിയ കുഴപ്പമില്ലാത്തൊരു കുന്ന് തന്നെയാണ് വരുന്നത്. ഇറങ്ങുമ്പോൾ അവസ്ഥ അതാട്ടോ, നല്ലൊരു ഇറക്കാണ് വരുന്നത്. ഇതുപോലത്തെ സ്ഥലത്ത് കൂടെയൊക്കെ നടക്കണമെങ്കിൽ ചെരുപ്പിടാൻ നടക്കരുത്. എന്തായാലും ഷൂ നിർബന്ധമാണ്. എന്തായാലും ഇറങ്ങി നോക്കട്ടോ. പുറും പൊന്തക്കാരാണ്, പൂവാണ്. അതാ പാൻറ്റിൽ കൂടെ ആകെ ചളിയാണ്, ആകെ കാളൂട്ട് കഴിഞ്ഞാൽ മരിക്കണം. ഇനി കുളിച്ചിട്ട് വേണം കേട്ടോ ഇവിടുന്ന് പോകണമെങ്കിൽ. പാടത്തിന്റെ വഴി ഇല്ലാത്ത വരുമ്പോൾ കൂടി അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വന്ന വഴിയിലൂടെ തന്നെ നമ്മൾ തിരിച്ചു പോവാണ്. അത്യാവശ്യം നല്ല ആയുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കാല് കഴിക്കാം, പാൻറ്റിലൊക്കെ നിറച്ച് ചളിയാണല്ലോ. ഇവിടെ ഞാൻ കണ്ട പണിക്കാരൊക്കെ ഇതുപോലെ അവിടുന്ന് വന്നിട്ട് ഇവിടുന്ന് കാല് കഴിക്കിട്ടാണ് പോണത്. ലാസ്റ്റ് ആയിട്ട് വരുന്ന വള്ളക്കെട്ടാണ്, പിന്നെ അല്ലല്ലോ. ഏകദേശം ചളിയൊക്കെ പോയി, തിരുമ്പിയ മാതിരിയായി. എന്തായാലും കൈ കഴുകി കാലും കഴുകി ഒരു 10 മിനിറ്റോളായിട്ട് ഇപ്പോൾ തിരിച്ചടന്ന് കൊടുക്കുകയാണ്. ഈ സൈഡിൽ വരുമ്പോൾ പിന്നെ കാണുന്ന പാലാണ്, നല്ല കാറ്റുണ്ട്. ആ തലക്കേറ്റൊരു മരം വരുന്നുണ്ട്, അതിൽ ഫുള്ളായിട്ട് പൂക്കൾ കാണാണ്ട് നല്ല ഭംഗിയിലൊരു കാഴ്ചട്ടി കാണുന്നത്. പാടത്തിൻ്റെ ഏത് സൈഡിൽ കൂടി നടക്കുകയാണെങ്കിലും അടാറ് വ്യൂ ആട്ടോ. നാച്ചുറലായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പറ്റും. അത്രയും അടിപൊളി സ്ഥലം, ഫുള്ള് വൈഡായി നിൽക്കുന്ന ഒരു പാടം. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.